രണ്ടിടത്ത് പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ്. പൂഞ്ഞാറിൽ LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിൽ നിൽക്കുകയാണ്. പാലയിലും പൂഞ്ഞാറിലും ഈ പറഞ്ഞതുപോലെ ഷോൺ ജോർജിനും PC ജോർജിനും വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ദേവികുളത്ത് രാജയാണ് മുന്നിൽ നിൽക്കുന്നത്. തൃശൂരിൽ രാജൻ പല്ലൻ, ഇതുപോലെ BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം രാജൻ പല്ലൻ മുന്നിൽ നിൽക്കുന്നു എന്ന സൂചന. നോക്കൂ, സംസ്ഥാനത്തെ ആകെ ചിത്രം പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ 64ഇടത്തെ ഫല സൂചന അറിവായി വന്നപ്പോൾ LDF 27ഇടത്തും UDF 26ഇടത്തും, അതായത് തപാൽ വോട്ടുകളിൽ കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ച് മത്സരം. NDA ഒരിടത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു, അത് മഞ്ചേശ്വരമാണ്. നേരത്തെ പാലക്കാട് പോസ്റ്റൽ ബാലറ്റുകളിൽ നെടുമങ്ങാട് മന്ത്രി GRN മുന്നിലെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. തൃത്താലയിൽ VT ബൽറാമിനാണ് ലീഡ്. ഈ പറഞ്ഞതുപോലെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃത്താല. അമ്പലപ്പുഴയിൽ G സുധാകരൻ ആ ലീഡ് നിലനിർത്തുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നെന്മാറയിൽ K പ്രേമനാണ് LDF സ്ഥാനാർത്ഥി K പ്രേമൻ മുന്നിൽ എന്ന. കയ്പമംഗലത്ത് KK വത്സരാജ് 14 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന സാഹചര്യം. സംസ്ഥാനത്ത് LDF 36, UDF 28, NDA 2 എന്നിങ്ങനെയാണ് ഇപ്പോൾ തപാൽ വോട്ടുകളുടെ എണ്ണി തുടങ്ങിയ ഈ ഘട്ടത്തിൽ തപാൽ വോട്ടുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരുവല്ലയിൽ അനൂപ് ആന്റണി മുന്നിലെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നേമത്ത് ശിവൻകുട്ടി മുന്നിൽ 14. ബാലുശ്ശേരിയിൽ VT സൂരജ്, UDF സ്ഥാനാർത്ഥി VT സൂരജ് മുന്നിലെന്ന സൂചന. റാന്നിയിൽ പഴകുളം മധു മുന്നിലാണ്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം റാന്നിയിൽ പഴകുളം മധുവിന് കൽപ്പിച്ചിരുന്നില്ല, പക്ഷേ പഴകുളം മധു UDF സ്ഥാനാർത്ഥി മുന്നിലെന്ന സൂചനകൾ പുറത്തുവരുന്നു. കായംകുളത്ത് U പ്രതിഭ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേശ്വരത്തെ K സുരേന്ദ്രൻ 14 വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. തൃത്താലയിൽ VT ബൽറാമിന് ലീഡ്. സംസ്ഥാനത്ത് LDF 36, UDF 28, NDA 2 എന്നിങ്ങനെയാണ് നിലവിലുള്ള മത്സരചിത്രം. കടകംപള്ളി സുരേന്ദ്രൻ ഒരുപക്ഷെ ഈ ഒരു രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ട ഒരു MLA ആണ് കടകംപള്ളി സുരേന്ദ്രൻ. പക്ഷേ കഴക്കൂട്ടത്ത് അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു എന്ന സൂചന പുറത്തു വരുന്നു. നേമത്ത് ശിവൻകുട്ടി ആ ലീഡ് അതുപോലെ തന്നെ തുടരുന്നു എന്ന വാർത്ത. ആറന്മുളയിൽ വീണ ജോർജ് ആണ് ആദ്യ സൂചനകളിൽ മുന്നിൽ നിൽക്കുന്നത്. അത് മാറിയിരിക്കുന്നു, അബിൻ വർക്കിയിലേക്ക് മാറിയിരിക്കുക. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കേൾക്കുക. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, മിനിറ്റുകൾ സെക്കൻഡുകൾക്കുള്ളിലാണ് ഇത് മാറുന്നത്. പക്ഷേ തൃത്താലയിൽ കുറച്ച് സമയമായി ആ VT ബൽറാമിന്റെ ലീഡ് അതുപോലെ നിൽക്കുന്നുണ്ട്. തപാൽ വോട്ടുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മാറി തപാൽ വോട്ടുകളിൽ LDFന് മേൽക്കൈ ലഭിക്കുന്നു. LDF 46 സീറ്റുകളിലും UDF 32ഇടത്തും NDA 2ഇടത്തും തപാൽ വോട്ടുകളിൽ ഇപ്പോൾ നിലവിൽ LDFന് ഒരു മേൽക്കൈ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സൂചന. തപാൽ വോട്ടുകളിൽ എടുത്തു പറയുന്നു, തപാൽ വോട്ടുകളിൽ LDFന് ഒരു മേൽക്കൈ ഉണ്ട്. ഇനി വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുമ്പോൾ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. പേരാമ്പ്രയിൽ ഇടതുമുന്നണി കൺവീനർ TP ഇപ്പോൾ അദ്ദേഹം ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്.